വൈജ്ഞാനിക അന്വേഷി എന്ന നിലക്ക് നമ്മുടെയൊക്കെ ചിന്തയിൽ ഓരോ കാലത്തും സാഹചര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും അതിൻ്റെ നിരൂപണാത്മകമായ വിലയിരുത്തലും എപ്പോഴും നടക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഫിഖ്ഹിൻ്റെ ഐഡൻറ്റിറ്റി. ഫിഖ്ഹ് എന്നതിന് ഭാഷാപരമായി കർമ്മശാസ്ത്രം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന വിശ്വാസപരവും ആരാധനാപരവും സ്വഭാവ പെരുമാറ്റ ഗുണങ്ങളും മറ്റു കുടുംബ ദാമ്പത്യ ഇടപാടുകളുമൊക്കെ ബന്ധിച്ചു നിൽക്കുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഐഡൻറ്റിറ്റിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവേഷകന്മാരൊക്കെ പറയുന്നതും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഒരിക്കലും ജീർണമല്ല, അല്ലെങ്കിൽ തീവ്രവുമല്ല. കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പ്രത്യേകതയനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പെടുത്തുവാൻ രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ എല്ലാ മതവിധികളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ വിജ്ഞാനം ഫിഖ്ഹ് എന്നതിന് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ, പ്രായോഗികത വളരെ പ്രധാനമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല അത് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അൽ ഇൽമു മാ നുഫിയ വലൈസൽ ഇൽമു മാ ഹുഫിള എന്ന് അദ്ദേഹം പറയാറുണ്ട്. കുറേ പുസ്തകം നോക്കി കാണാപ്പാഠം പഠിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്നതല്ല ഇൽമ്. അത് പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കൂടി വർദ്ധിക്കുന്നേയുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഇൽമ് മാ നുഫിയയാണ്. ഒരു ഇഫക്റ്റ് ഉണ്ടാവണം. ഇന്ന ഇൽമ്, ഇന്ന മതവിധി ഇന്ന കാലത്തേക്ക് എങ്ങനെ ഏത് രൂപത്തിൽ പ്രയോഗവൽക്കരിക്കാം എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു വിജ്ഞാനത്തിന് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഫിഖ്ഹി നിയമങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനക്ഷമതയും ഫ്ലെക്സിബിലിറ്റിയും ഫലസിദ്ധിയും ഉണ്ട് എന്നതാണ് ഫിഖ്ഹിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. ഫിഖ്ഹുൽ അഖലിയ്യ എന്നാണ് ഈ വിഷയത്തിന് അറബിയിൽ പറയാറുള്ളത്. ഫിഖ്ഹ് എന്നത് നമുക്കെല്ലാം അറിയാം, ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ബന്ധപ്പെട്ട മതവിധികൾ നിശ്ചിതമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അന്വേഷിച്ചു കണ്ടെത്തുന്ന പ്രക്രിയക്കാണ് ഫിഖ്ഹ് എന്ന് പറയുക. ഇസ്തിംബാത്തുൽ അഹ്കാം അശ്ശറഇയ്യ മിനൽ ഖുർആനി വസ്സുന്ന എന്ന് തുടങ്ങുന്ന ഏറെക്കുറെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന നിർവചനം അതാണ് സൂചിപ്പിക്കുന്നത്. അഖല്ലിയ എന്ന് പറഞ്ഞാൽ മൈനോരിറ്റി, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഭൂരിപക്ഷ മുസ്ലിമേതര സമൂഹത്തിനിടയിൽ എണ്ണത്തിൽ കുറവായി ജീവിക്കുന്ന ആളുകൾക്കാണ് മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് വിവരിക്കേണ്ടതില്ല. അതിന് പല സാഹചര്യങ്ങളും കാരണമാവുകയും ചെയ്യും. സ്വാഭാവികമായി തന്നെ പരമ്പരാഗതമായി മുസ്ലിംകേതര ആളുകൾ കൂടുതലും മുസ്ലിങ്ങൾ വളരെ കുറവുമുള്ള നാടുകളിൽ, രാജ്യങ്ങളിൽ ആ മുസ്ലിം ന്യൂനപക്ഷം അങ്ങനെ തന്നെയായിരിക്കും. ഇന്ത്യയിൽ 16-16.5% മുസ്ലിം ജനസംഖ്യ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും കുറേ കാലമായിട്ട് ഇനിയും കുറേ കാലത്തേക്ക് ന്യൂനപക്ഷം തന്നെയായിരിക്കും. മറ്റു ചില സാഹചര്യങ്ങളിൽ മൈഗ്രേഷൻ, ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന പ്രവണത ഇന്ന് കുറവാണെങ്കിലും ഒരു 16-17 നൂറ്റാണ്ടിൽ വളരെ വലിയ തോതിൽ അതുണ്ടായിരുന്നു.
ഇപ്പോൾ UK-യിലും USA-യിലും മറ്റു ബാൾക്കൻ രാജ്യങ്ങളിലും പാശ്ചാത്യൻ യൂണിയനൊക്കെ ഉള്ള മുസ്ലിങ്ങൾ അവിടുത്തെ മുസ്ലിങ്ങളായിരിക്കില്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് എന്തെങ്കിലും കാരണത്താൽ കുടിയേറി പാർത്ത ആളുകളായിരിക്കും. ഇപ്പോൾ ജർമ്മനിയിലെ മുസ്ലിങ്ങളിലെ 62% അവരുടെ ബേസ് എത്നിക്കായി നോക്കുകയാണെങ്കിൽ അവർ 3, 4, 5 തലമുറ മുമ്പ് തുർക്കിയിൽ നിന്ന് വന്നവരാണ്. USA-യിലും അങ്ങനെ തന്നെയാണ്. UK-യിൽ ബ്രിട്ടനിൽ മിക്കവാറും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയുള്ള രാജ്യങ്ങളിലെ കുടിയേറിപ്പാർപ്പാണ് അവിടെയുള്ള മുസ്ലിം സാന്നിധ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നാലും ഈ രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം തന്നെയാണ്. അപ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന രൂപത്തിലുള്ള ഒരു ഫിഖ് ഇസ്ലാമിൽ അള്ളാഹുവോ റസൂലോ നിശ്ചയിച്ചിട്ടില്ല. നമ്മൾ നിലകൊള്ളുന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുകൊണ്ട് നാം പറഞ്ഞ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം മതവെരികൾക്ക് പരിക്കേൽക്കാത്ത രൂപത്തിൽ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇത്തരത്തിൽ മതവിധികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വൈജ്ഞാനിക ശാഖമായിട്ട് ഫിഖ്ഹുൽ അഖലിയ്യ, ന്യൂനപക്ഷ കർമ്മശാസ്ത്രം എന്ന പേരിൽ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫിഖ് കർമ്മശാസ്ത്രം രൂപപ്പെടുത്തേണ്ടി വന്നു എന്നതും അന്വേഷിക്കേണ്ടതാണ്. അതിന് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മുസ്ലിങ്ങൾ എവിടെ താമസിക്കുകയാണെങ്കിലും അവർക്ക് മതപരമായ എളുപ്പം ഉണ്ടാവണം. മതത്തിൻ്റെ മുഖമുദ്ര എന്താണ്? ഇന്നദ്ദീന യുസ്റുൻ. അത് മക്കയിൽ കഅബൻ്റെ ചോട്ടിൽ താമസിക്കുന്ന ഒരാൾക്കും വാഷിങ്ടണിൽ താമസിക്കുന്ന ഒരാൾക്കും ആ തൈസീർ, യുസ്ർ അനുഭവപ്പെടണം. അപ്പോൾ ഭൂരിപക്ഷ മുസ്ലിം നാടിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം ആശ്വാസമാണ്, സമാധാനമാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റു നാടിലും മുസ്ലിങ്ങൾക്ക് ഈ ഒരു ആശ്വാസം മനസ്സിൽ കൈവച്ച് അനുഭവിക്കണം. മറ്റൊന്ന്, മുസ്ലിങ്ങൾക്ക് എവിടെയാണെങ്കിലും അവരുടെ തമസ്സുക് ബിദ്ദീൻ, മതത്തെ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് പ്രധാനമാണ്. അത് വെള്ളം ചേർക്കാനോ ഡൈല്യൂട്ടാക്കാനോ പാടില്ല. അപ്പോൾ അത് സാധിക്കുവാനും ഇങ്ങനെയുള്ള ഒരു ഫിഖ് വളർന്നു വരേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ഓരോ സാഹചര്യത്തിലും കാലഘട്ടത്തിലും ഉണ്ടായേക്കാവുന്ന വിവിധ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം, പരിഹരിക്കണം എന്നതും ഒരു വിഷയമാണ്. സൗദി അറേബ്യയിലും GCC രാജ്യങ്ങളിലും ഇല്ലാത്ത പ്രശ്നങ്ങൾ നേപ്പാളിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും UK-യിലെയും മുസ്ലിങ്ങൾക്ക് ഉണ്ടായേക്കാം. ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണം എന്നതും പ്രധാനമാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ കർമ്മശാസ്ത്രത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും കാരണമായിട്ട് ഗവേഷകന്മാർ പറയുന്നത്. മൊത്തത്തിൽ ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വിശാലമായ ഒരു മേഖലയാണ്. ഒരു അടിസ്ഥാനപരമായ കാര്യം ഗവേഷകന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് മഖാസിദു ശരിയ, ശരീഅത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ എല്ലാവരും എവിടെയും എപ്പോഴും പാലിക്കണം. പൊതു താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും 5 കാര്യങ്ങളുടെ പരിരക്ഷയാണ്. പ്രിസർവിങ് ഓഫ് 5 ഐറ്റംസ്. ഒന്ന് ദീൻ, റിലീജിയൻ. വേറെ ഒന്ന് നഫ്സ്. ശുക്രാൻ, ജസാക്കല്ലാഹ് ഖൈർ. ഒരാളുടെ ലൈഫ്. മൂന്നാമത്തേത് മാല്, വെൽത്ത്. നാലാമത്തേത് അഖിൽ, ബുദ്ധി. അഞ്ചാമത്തേത് നസ്ല്, ഫാമിലി. ഈ 5 ഘടകങ്ങൾക്ക് എപ്പോഴും ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ആവശ്യമായ
സുരക്ഷ വാഗ്ദാനം ചെയ്യലാണ് മതത്തിൻ്റെ ശരീഅത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പം ലാ തഖ്തുലൂ അൻഫുസക്കും, അല്ലെങ്കിൽ ഒമൻ ഖത്തല ഫകഅന്നമ ഖത്തലന്നാസ ജമീഅ വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത്ത, അങ്ങനെയുള്ള ആയത്തുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഹിഫ്ളുൻ നഫ്സാണ്. അയാൾക്ക് ജീവിക്കാനും നിലനിൽക്കുവാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ അഖിൽ, ഭൗതികമായ സുരക്ഷ, ബുദ്ധിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും ഉണ്ടാവാനും പാടില്ല, നമ്മൾ കാരണമാവാനും പാടില്ല. ഇപ്പം മദ്യം അങ്ങനെയുള്ളതൊക്കെ വിലക്കാൻ കാരണം ഹിഫ്ളു അൽ അഖിലാണ്. അപ്പോൾ ആ രൂപത്തിൽ ഈ 5 കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്ക് പരിരക്ഷ ലഭിക്കണം എന്ന ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹുൽ അഖ്ലിയയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു നിലപാട് ഉണ്ടാവണം. 5 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ മതത്തിൻ്റെ നിയമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കണം എന്നതിന് അടിസ്ഥാനപരമായൊരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധം അല്ലെങ്കിൽ ഇസ്ലാമിനോട് പൊരുത്തപ്പെടുന്നതാണോ എന്നൊക്കെ സംശയിക്കുന്ന കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾ വിധേയരാവേണ്ടി വരും. ഒരു നാട്ടിലുള്ള പൗരത്വം, മുവാത്തന, അല്ലെങ്കിൽ അവിടെയുള്ള കൊമേഴ്സ്യൽ രംഗം, ഇടപാടുകൾ, കച്ചവടം, വൈവാഹിക രംഗം, ഏറ്റവും പ്രധാനം ഓരോ നാട്ടിലും രാജ്യത്തും സ്വീകരിച്ചു വരുന്ന സിവിൽ കോഡ്, ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന നിയമം, ഇതൊക്കെ ഏതുവരെ സ്വീകരിക്കാം, എത്രത്തോളം നമ്മൾ പിൻവാങ്ങേണ്ടതുണ്ട് എന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം പലപ്പോഴും ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. നമ്മളും ഇപ്പോഴും അതിൻ്റെ ഒരു മുനമ്പിലാണ് നിൽക്കുന്നത്. ഈ ഏക സിവിൽ കോഡും മറ്റൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങളും മാറേണ്ടി വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയൊക്കെ നേരിടാം എന്നതിന് പ്രത്യേകമായ പ്രതിവിധികളും ആവശ്യമാണ്. വേറെ ചില രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം ഭരണഘടന, ഇസ്ലാമിക ഭരണഘടനയൊന്നും അല്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് സവിശേഷമായ ആനുകൂല്യം കൊടുത്ത രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ മലേഷ്യ, അവിടെ 65% മുസ്ലിങ്ങളാണ്. എന്നാൽ പോലും പൂർണ്ണമായിട്ടും ഒരു പക്ക ഇസ്ലാമിക ഭരണമൊന്നുമല്ല, ഫെഡറൽ സിസ്റ്റമാണ്. പക്ഷേ അവിടെ മുസ്ലിങ്ങൾക്ക് ടാക്സ് ഇളവ് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ്? സക്കാത്ത് കൊടുത്താൽ മതി. മുസ്ലിമായ എംപ്ലോയി സക്കാത്ത് കൊടുത്തിട്ട് ആ റിട്ടേൺ ഫയൽ ചെയ്താൽ അയാൾക്ക് സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതിയിൽ ഇളവ് കിട്ടും. അങ്ങനെയും ചില രാജ്യങ്ങളുണ്ട്, മലേഷ്യ പോലെയുള്ള കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ എല്ലാ വിഷയങ്ങളെയും, അവിടുത്തെ ആഭ്യന്തരമായ കാര്യങ്ങളും പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും പരിഗണിച്ചുമായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ഫിഖ്ഹിനെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു കാര്യം പ്രധാനമാണ്. ഒന്ന്, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, വേറെ പരിഹാരം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സംവിധാനത്തിൽ ലയിച്ചു ചേരാൻ പാടില്ല. വേറെ ഒന്ന്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐസൊലേഷൻ, എല്ലാ പൊതുധാരാ ചിന്തയിൽ നിന്നും സാമൂഹിക സംവിധാനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കാനും പാടില്ല. അപ്പോൾ ഭൂരിപക്ഷ സമൂഹത്തിൽ ഉരുകിച്ചേരാനും പാടില്ല, അതിൽ നിന്ന് ഒറ്റപ്പെട്ട് വേർപിരിഞ്ഞ് നിൽക്കാനും പാടില്ല. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സംവിധാനവും സമീപനവുമായിരിക്കണം മുസ്ലിങ്ങൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാവേണ്ടത് എന്നതാണ് ഈ ഫിഖ്ഹിൻ്റെ പ്രധാനപ്പെട്ട ഒരു താല്പര്യം. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മതം ഉദ്ദേശിക്കുന്നത്, ഒരു പുതിയ ഫിഖ്ഹ് ഉണ്ടാക്കലല്ല, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഫിഖ്ഹ് ഉണ്ടാക്കലല്ല, മറിച്ച് ഉള്ള ഫിഖ്ഹിനെ കാലികമായിട്ടും പ്രശ്നപരമായിട്ടും എങ്ങനെയെല്ലാം നിർദ്ധാരണം ചെയ്ത് നമുക്ക് അനുകൂലമാക്കിയെടുക്കാം,
മതത്തിൽ നൽകിയിരിക്കുന്ന ഇളവുകളുണ്ട്. ആ ഇളവുകളെ എങ്ങനെയൊക്കെ ഇതിലേക്ക് സഹായകമാക്കാം എന്നതാണ് അതിൻ്റെ ഒരു ആലോചനാ വേദി. പണ്ട് മുതൽക്ക് തന്നെ ഫിഖ് എഴുതിയിരിക്കുന്ന ആളുകൾ നമ്മൾ അൽ ഫിഖ്ഹു തഖ്ലീദി എന്ന് പറയും. ട്രഡീഷണൽ ഫിഖ്, പരമ്പരാഗതമായിട്ട് ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, സുഫിയാൻ സൗരി, ഇമാം ദാവൂദുല്ലാഹിരി അല്ലെങ്കിൽ മാലിക് തുടങ്ങി റഹിമഹുമുള്ള, ഇവർക്കൊക്കെ ഒരു ഇസ്ലാമിക സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് അവർ പഠിച്ചത്. ഇസ്ലാമിക സമൂഹത്തിൽ എന്ത് വേണം എന്നത് മാത്രമാണ് അവരുടെ രചനയുടെ പ്രധാനപ്പെട്ട ഊടും പാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ അങ്ങനെയുള്ള സങ്കല്പം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം താമസിക്കുന്ന രാജ്യങ്ങളെ പ്രധാനമായിട്ടും 2 ക്ലാസ്സിലായിരുന്നു അവർ കണ്ടത്. ഒന്ന് ദാറുൽ ഇസ്ലാം, നമ്മൾ കേട്ടിരിക്കുകയൊക്കെ, മുസ്ലിങ്ങൾ പക്ക ഇസ്ലാമായിട്ട് ഇസ്ലാമിൻ്റെ എല്ലാ മതവിധികളും അതതുപോലെ സൂക്ഷിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥക്കാണ് ദാറുൽ ഇസ്ലാം എന്ന് പറയുക. വേറെ ഒന്ന് ദാറുൽ കുഫ്റാണ്, അതായത് ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ ഭരിക്കുകയും അധികാരം കൈയാളുകയും ചെയ്യുന്ന നാടിൽ. അപ്പോൾ ദാറുൽ ഇസ്ലാമും ദാറുൽ കുഫ്റും മാത്രമേ അന്നത്തെ നൂറ്റാണ്ടുകളിൽ ഉള്ളൂ എങ്കിൽ ഇന്നത്തെ മാറിയ പശ്ചാത്തലത്തിൽ അത് മാത്രം പോരല്ലോ. അപ്പോൾ നമ്മളെ ഇന്ത്യ ദാറുൽ ഇസ്ലാം അല്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ ദാറുൽ കുഫ്റാണോ? അതുമല്ലല്ലോ. നമുക്ക് നമസ്കരിക്കാനും പള്ളി ഉണ്ടാക്കാനും സക്കാത്ത് കൊടുക്കാനൊക്കെ നമുക്കിവിടെ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അന്നത്തെ കാറ്റഗറൈസൻ മതിയാവുകയില്ല ഇന്നത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ. അപ്പോൾ ദാറുൽ ഇസ്ലാം, ദാറുൽ കുഫർ എന്നുള്ളതിന് പകരം നമുക്ക് വേറെ പ്രബോധനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രബോധനാധിഷ്ഠിതമായ ഒരു സാമൂഹിക പശ്ചാത്തലം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ദാറുദ്ദഅവ എന്ന ഒരു ഭൂമികയിലാണ് നമ്മളെപ്പോലെയുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷ അമുസ്ലിം സമൂഹത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നത്. അതായത് ദഅവത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് അത് കേൾക്കാനും പങ്കുവെക്കാനും ഷെയർ ചെയ്യാനുമൊക്കെയുള്ള ഒരു സാമൂഹികമായ അവസ്ഥയുള്ള നാടുകൾക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അമേരിക്ക ദാറുൽ ഇസ്ലാമല്ല, എന്നാൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയിലും ഒന്നും ലഭിക്കാത്ത ഒരു മതസ്വാതന്ത്ര്യം അവിടെയുണ്ട്. ഒരാൾക്ക് ഏത് സദസ്സിലും വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുസ്ലിമാകാം, പ്രഖ്യാപിക്കുക, ആരും ചോദിക്കൂല. ഇവിടെ ഇന്ത്യയിലേ പറ്റുമോ? അപ്പോൾ ആ രൂപത്തിൽ പല പശ്ചാത്തലങ്ങളിലും പല നാടുകളിലും അവസ്ഥാന്തരങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. ഇനി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഫിഖ്ഹിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഫിഖ്ഹിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടത്? അതിനും ചില അതിർവരമ്പുകളും മാനദണ്ഡങ്ങളുമുണ്ട്. അപ്പോൾ ഫിഖ്ഹിൻ്റെ ലോകത്ത് ഫിഖ്ഹ് ഒന്നേ ഉള്ളുവെങ്കിലും അതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഓരോ ഫിഖ്ഹിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് പല ക്ലാസിഫിക്കേഷനും പിന്നെയും നടത്തിയിട്ടുണ്ട്. അതിൽ കാര്യമായിട്ടുമുള്ളത് ഫിഖ്ഹുൽ മഖാസിദാണ്. ലക്ഷ്യം എന്താണെന്ന് നോക്കി കർമ്മശാസ്ത്രത്തെ സമീപിക്കുക. ഒരു ഹദീസുണ്ട്, അല്ലെങ്കിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൻ്റെ അക്ഷരങ്ങളിൽ മാത്രം പിടിക്കാതെ ലക്ഷ്യം എന്താകുന്നു എന്ന് വിലയിരുത്തുക, ആ ലക്ഷ്യം നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് ഒരു ഫിഖ്ഹി സമീപനമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് സക്കാത്തിൻ്റെ മുതൽ ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. അപ്പം നബി അദ്ദേഹത്തോട് പറഞ്ഞത് ഖുദിൽ ഹബ്ബ മിനൽ ഹബ്ബി, അതായത് ധാന്യത്തിന് ധാന്യമായിട്ട് സക്കാത്ത് കൊടുക്കണം, ആടിന് ആട് വേണം, പശുവിന് പശു വേണം, അങ്ങനെയുണ്ടല്ലോ നമുക്ക് സക്കാത്തിൻ്റെ കാര്യം അങ്ങനെയാണിത്. ആ ഉപദേശവും കേട്ടാണ് മുആദ് യമനിലേക്ക് പോയത്. യമനിലേക്ക് പോയപ്പോൾ ഈ പറഞ്ഞ സാഹചര്യമല്ല അവിടെയുള്ളത്. അവിടെ കുറേ നെയ്ത്ത് തൊഴിലാളികളുണ്ടായിരുന്നു. വസ്ത്രം അവിടുത്തെ കമ്പോളത്തിൽ ധാരാളമുണ്ടായിരുന്നു. അപ്പോൾ നബി പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മക്സദ്, സക്കാത്തിൻ്റെ ലക്ഷ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് വേറൊരു രൂപത്തിൽ പാകപ്പെടുത്തി പറഞ്ഞു.
ഇത്തൂനി ബി കമീസിൻ ലതയിക്കും എന്ന് പറയുന്ന ഹദീസുണ്ട്. നിങ്ങൾക്കടുത്തുള്ള നെയ്ത്ത് വസ്ത്രങ്ങൾ, തുന്നിയ വസ്ത്രങ്ങൾ, പരുത്തി വസ്ത്രങ്ങൾ അതൊക്കെ എനിക്ക് തന്നേക്കി. ഇതിന് പകരം ബദലം മിന ഷിയാഹി വൽ ഖുറാനി, ആടിനും പശുവിനൊക്കെ പകരമായിട്ട് അതിന് സമാനമായ രൂപത്തിൽ വസ്ത്രങ്ങൾ കിട്ടിയാൽ മതി. കാരണം അത് നിങ്ങൾക്ക് എളുപ്പമാണ്, മദീനയിലെ ആളുകൾക്ക് അത് വളരെ ആവശ്യവുമാണ്. മദീനക്കാർക്ക് എന്തില്ല? വസ്ത്രമില്ല, അവിടെ കുറവുണ്ട്. യമൻകാർക്ക് സക്കാത്ത് കൊടുക്കാൻ ഏതാ എളുപ്പം? ഈ വസ്ത്രവുമാണ്. അപ്പം മുആദ് അവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് ഒരു ഫിഖുൽ മഖാസിദ് അടിസ്ഥാനപ്പെടുത്തിയാണ്. വാക്കുകളിൽ പിടിക്കാതെ ഈ സക്കാത്ത് കൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് എങ്ങനെയൊക്കെ ഉപകരിക്കും എന്ന ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഫിഖുൽ മഖാസിദ് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറഞ്ഞ ന്യൂനപക്ഷ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. മറ്റൊന്ന് ഫിഖുൽ ഔലവിയാത്താണ്, മുൻഗണനാക്രമം കൽപ്പിച്ചുകൊണ്ടുള്ള സമീപനം. ഒരു വിഷയത്തിൽ നമുക്ക് 4-5 സൊല്യൂഷൻസ് ഉണ്ട്, ഏതെടുക്കണം? അവിടെ ഒരു മുൻഗണനാക്രമം കൊടുക്കേണ്ടി വരും. ഒരു പ്രയോറിറ്റി സമൂഹത്തിൻ്റെ, വ്യക്തിയുടെ, മതത്തിൻ്റെ ഒക്കെ സുരക്ഷയും ആവശ്യകതയും നോക്കിയിട്ട് ഒന്നിന് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടി വരും. അങ്ങനെ മുൻഗണന കൊടുത്ത് ഒന്ന് മാത്രം എടുത്താൽ ബാക്കിയുള്ളതെല്ലാം തള്ളി മതനിഷേധിയായി, ഹദീസ് നിഷേധിയായി എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതിനും ഇസ്ലാമിക ശരീഅത്തിൽ എന്തുണ്ട്? തെളിവുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ പിന്നെ ഹറം വികസിപ്പിക്കേണ്ടി വന്നു, ആളുകൾ കൂടിയപ്പോൾ. അപ്പോൾ ഹറമിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹം ഒഴിപ്പിച്ചു, അതിന് കോമ്പൻസേഷനും കൊടുത്തു. 2-3 ആളുകൾ കൂട്ടാക്കിയില്ല. അദ്ദേഹം ആ ഭൂമി പിടിച്ചു വാങ്ങി അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ചു. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആളുകളെ ഒഴിപ്പിക്കണം, അവർക്ക് പുനരധിവാസം വേണം. വേറെ ഒന്ന്, മസ്ജിദുൽ ഹറാം വികസിപ്പിക്കണം. ഇതെല്ലാം കൂടി വെച്ചാൽ ഏറ്റവും പ്രിയോറിറ്റി ഇതിനെ കൊടുക്കേണ്ടത് മസ്ജിദുൽ ഹറാമിൻ്റെ വികസനക്കാർ ധാരാളം ആളുകൾ വരുന്നുണ്ട്. മക്കാസിദു ശരീഅത്തിൻ്റെ 5 താല്പര്യങ്ങൾ ഒന്നാമത്തേതാണ് ദീനാണ്. അപ്പോൾ ആ നിലക്ക് ഉമർ മസ്ജിദുൽ ഹറാം വികസനത്തിന് മുൻഗണന കൊടുക്കുകയും അതിന് കൂട്ടാക്കാത്ത ആളുകളെ അല്പം ബലം പ്രയോഗിച്ച് ആ കാര്യം പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമം നൽകി ചില വിഷയങ്ങളെ ഇത്തരം സാഹചര്യത്തിൽ സമീപിക്കേണ്ടി വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വേറെ ഒന്നുള്ളത് ഫിഖുൽ വാക്കിയാണ്. ഈ ന്യൂനപക്ഷ കർമ്മശാസ്ത്രത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വേറൊരു വശമുള്ളത്. അതായത് സാഹചര്യം നോക്കിയിട്ട് ഫിഖിൻ്റെ അല്ലെങ്കിൽ മതവിധിയുടെ കർശന സ്വഭാവം, നിർബന്ധാവസ്ഥ മാറുകയോ കുറക്കുകയോ ചെയ്യാം. വാക്യങ്ങൾ, വാട്ട് ഈസ് ഇൻ ദ പ്രസൻറ്റ് ടൈം, ഇപ്പോഴെന്താണെന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, ഉമർ ഫാറൂഖ് അല്ല, അമവി ഉമർ ആരായിരുന്നു? ഉമർ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിൻ്റെ കാലത്തൊരു വിഷയം ഉണ്ടായി. അദ്ദേഹം പണ്ട് ഖുലഫാ ഉൽ അർബയൊക്കെ ഭരിക്കുമ്പോൾ മദീനയിലെ ഗവർണറായിരുന്നു. ഓക്കെ, അന്ന് ഒരു കേസുമായിട്ട് വന്നാൽ അദ്ദേഹം സാക്ഷി കൊണ്ടുവരാൻ പറയും. അത് ഇസ്ലാമിൻ്റെ നിയമമാണല്ലോ. അപ്പം അന്ന് അദ്ദേഹം ഒരു സാക്ഷി മതി എന്നാണ് പറഞ്ഞത്. മദീന ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സാക്ഷി മതി എങ്കിൽ കേസ് പരിഹരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഹിജ്റ 100 അദ്ദേഹം പിന്നെ അമവി ഖലീഫയായപ്പോൾ അവിടെ ഡമസ്കസിൽ ഒരു വിഷയം വന്നാൽ 2 സാക്ഷികൾ വേണമെന്ന് അദ്ദേഹം ഷാഠ്യം പിടിച്ച്. അപ്പോൾ സീനിയേഴ്സായ സഹാബാക്കൾ ചോദിച്ചു, അല്ല ഉമർ, അന്ന് താങ്കൾക്ക് 1 മതിയിരുന്നല്ലോ, ഇവിടെ ഇപ്പം എന്താ 2 ഉണ്ടായതെന്ന്. അപ്പോൾ ഉമർ പറഞ്ഞു, മദീനയിലുള്ള ആൾക്കാരല്ല ഡമസ്കസിലുള്ളത് എന്നുള്ളത്. നല്ല ഒരു മറുപടിയാണത്. അപ്പോൾ മദീനയിലുള്ള ആളുകൾ തക്വയും ഭക്തിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. കാലം മാറി, സമൂഹം മാറി, നാട് മാറി ഡമസ്കസിലേക്ക് വന്നപ്പോഴോ അപ്പോൾ 1 പകരം 2 സാക്ഷികളോട് വേണം അദ്ദേഹം നിർബന്ധം പിടിച്ചു. അപ്പോൾ അവിടെയുള്ളൊരു വാക്യ
വിലയിരുത്തിയിട്ട് അതിനെ ഒന്നുകൂടി തെറ്റുപറ്റാതെ മതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെ സമീപിക്കാമെന്ന ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഈ വാക്യ സാഹചര്യം നോക്കിയിട്ട് മതവിധികളെ ഡൈല്യൂട്ട് ചെയ്യുകയും ചിലതൊക്കെ പരിവർത്തന വിധേയമാക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കേട്ടിരിക്കും, പല സന്ദർഭത്തിലും മോഷണം നടത്തിയ ആളുകൾക്ക് ഉമർ കിസാസ് എടുത്തിരുന്നില്ല. എന്താ കാരണം? പട്ടിണിയാണോ? പട്ടിണി കാലത്ത് കിസാസ് എടുക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹുവിന് വിധിച്ചു. ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യം നോക്കിയിട്ടും മതത്തിൻ്റെ വിളികളിൽ ചില ഇളവുകളോ അല്ലെങ്കിൽ ഭേദഗതികളോ അദ്ദേഹം വരുത്തുകയുണ്ടായി എന്നർത്ഥം. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹിൻ്റെ താല്പര്യങ്ങൾ, മുൻഗണനാക്രമം, സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഒക്കെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിലുണ്ടാവുന്ന മതവിധികളെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാൻ കഴിയും എന്ന് പഠിക്കാൻ പറ്റുകയുള്ളൂ. സമയം നീണ്ടു പോകുന്നുണ്ട്, എല്ലാം പറയുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈന്. ഇനി ഇങ്ങനെയുള്ള ഇപ്പം ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് ഓരോ ബോഡിയും, ഫത്വ ബോഡിയും അല്ലെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ യൂറോപ്യൻ മുസ്ലിം യൂണിയൻ എന്ന് പറഞ്ഞ ബോർഡുണ്ട്, അവരൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നതിനും ഒരുപാട് രേഖകളും ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഈ ഇസ്ലാമിക് ഫിഖ് അക്കാദമിയുടെ പല ഫത്വകളിലും അതൊക്കെ വന്നിട്ടുമുണ്ട്. പലപ്പോഴും പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് പാടുണ്ട് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ പോണ്ടി വരും. ഒരു ചോദ്യത്തിൽ വന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. 10 സെൻറ്റ് നമ്മൾ പറഞ്ഞ കേട്ടോ, 10 സെൻറ്റല്ല, അവിടുത്തെ പള്ളി ഉണ്ടാക്കണം. ഞങ്ങൾക്കാണെങ്കിൽ മക്ബറയില്ല. അപ്പം ചോദ്യം ഇതാണ്, പള്ളി 4 കാലിൽ ഉയർത്തിയിട്ട് താഴത്ത് മക്ബറയാക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെ മതത്തിൻ്റെ സവാബിത്ത് എന്താണ് ആ വിഷയത്തിൽ? മക്ബറിൻ്റെ മുകളിൽ പള്ളി പാടില്ല. പക്ഷെ മക്ബറിൻ്റെ മുകളിൽ പള്ളി പാടില്ല എന്നുള്ളതിന് ഒരു ഇല്ലത്ത്, ഒരു ന്യായം നബി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി. അപ്പോൾ വസൻ അല്ലെങ്കിലോ? വസൻ ഖബറിനെ ആരാധിക്കപ്പെടുന്നില്ല. വേറെ ഖബർ കുഴിക്കാൻ മക്ബറക്ക് ഭൂമിയില്ല. അത് ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ ഫെഡറൽ ഗവൺമെൻറ് കൊടുക്കുന്നുമില്ല. എങ്കിൽ 4 പില്ലർമേൽ പള്ളി പൊക്കിയിട്ട് താഴത്ത് 10 സെൻറ്റ് സ്ഥലത്ത് ഒരു 19 കൊല്ലത്തേക്ക് അവർക്ക് വേണ്ടതില്ല, പ്രശ്നമല്ല. അങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ? നമ്മൾ മതവിധി പറയല്ല കേട്ടോ, നമ്മൾ വിഷയത്തിൻ്റെ വാക്യ പറയുകയാണ്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നാട്ടിലുണ്ട് എന്ന് പറയുകയാണ്. വേറെ ഒന്ന്, തഅദ്ദുദുൽ ജുമാ, ഒന്നിലധികം ജുമാ ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? ബ്രിട്ടനിലും അതുപോലെ തന്നെ ബ്രിട്ടനിലെ പല ദ്വീപുകളിലും ഉള്ള മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഒരു പള്ളിയേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് തന്നെ 5-8 കിലോമീറ്റർ പോകേണ്ടി വരും. അപ്പം പള്ളിയിലേക്ക് വരുന്ന മുസ്ലിങ്ങൾ ഒക്കെ ഒരു കാറ്റഗറി അല്ല. വിദ്യാർത്ഥികളുണ്ടാവും, അവരുടെ ലഞ്ച് ബ്രേക്ക് ഒന്നായിരിക്കും. അടുത്ത് കോടതിയോ മറ്റോ ഉണ്ടാകും, അവരുടെ ബ്രേക്ക് വേറൊന്നായിരിക്കും. തൊട്ടപ്പുറത്ത് ഫാക്ടറി ഉണ്ടാവും, അവിടുത്തെ ലേബേഴ്സ് വേറൊന്നായിരിക്കും. ഇങ്ങനെ ഓരോ സമൂഹവും വരുന്ന 10, 100, 150 ആളുകൾക്ക് ളുഹർ മുതൽ അസർ വരെയുള്ള സമയത്ത് ജുമാ നമസ്കാരം നടത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ജുമാ നമസ്കാരത്തിന് സമയം തവസ്സുണ്ട്, അസർ വരെ ആവാമെന്ന് ഇമാം മാലിക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ജുമാ കിട്ടുകയും വേണം, എന്നാൽ ആർക്കും പ്രശ്നമില്ല. പരമ്പരാഗത രീതി ഉപയോഗിക്കുകയാണെങ്കിലോ 12:30 ബാങ്ക് കൊടുക്കുന്നു, 1:15 ജുമാ കഴിയുന്നു, അതിൽ വന്നവരൊക്കെ വന്ന് കിട്ടിയവർക്കൊക്കെ കിട്ടി, അല്ലാത്തവർക്ക് പോയി. അപ്പോൾ ഏതാണ് എളുപ്പം? ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? മക്സദ്, ഈ ഫിഖ്ഹി മക്സദിനെ, ലക്ഷ്യങ്ങളെ എങ്ങനെ സമീപിക്കണം, അതൊരു വിഷയമാണ്. നമ്മൾ ഫത്വ പറയുന്നില്ല കേട്ടോ. അതിനൊക്കെ പിന്നെ ഇതിൽ അവിടുത്തെ യൂറോപ്യൻ യൂണിയനിലെ പിന്നെ മുഫ്തിമാർ കൊടുത്തിരിക്കുന്ന ഫത്വ വെച്ചാൽ ആവാമെന്നാണ്. ഉണ്ട്. അപ്പോൾ ഓരോ നാട്ടിലെയും സാഹചര്യം അനുസരിച്ചിട്ട് 2, 3 ജുമാ ഒരു പള്ളിയിലാവാമെന്നാണ്. കാരണം അതാ സൗകര്യം. കാരണം ജുമയുടെ പർപ്പസ് അത് നഷ്ടപ്പെടൂലല്ലോ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വറാസത്തുൽ കാഫിർ, കാഫിറിന് വറാസത്തുണ്ടോ, അനന്തരാവകാശമുണ്ടോ? ലാ യരിസുൽ മുസ്ലിമോ, ഹദീസ് എന്തായിരുന്നു? തിരിച്ചുമുണ്ട് അല്ലേ? അപ്പോൾ ഒരു ന്യൂനപക്ഷ സമൂഹത്തിലുള്ള ഒരു മുസ്ലിമിന്
പിന്നെ മുസ്ലിമിൻ്റെ ബാപ്പ അല്ലെ അങ്ങനെ ബാപ്പയുടെ മകൻ ഒരു കാഫറായ ആൾക്ക് അനന്തരാവകാശം കിട്ടുമോ? കിട്ടണമെന്നാണ് പറയുന്നത്. കാരണം പിന്നെ എൻ്റെ ബാപ്പ ജബ്ബാർ അദ്ദേഹം നിഷേധിയാണെങ്കിലും പിന്നെ വില്ലേജ് ഓഫീസിൽ പോയാൽ എന്താ സർട്ടിഫിക്കറ്റ് എന്താ കിട്ടുക? മുസ്ലിനാ കിട്ടുക. ആ മുസ്ലിം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലത്തോടെ ഒക്കെ എന്താണ് വിറാസത്ത് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഹദീസിൻ്റെ കണിശ സ്വഭാവം എത്രത്തോളം വേണ്ടി വരും? തന്നല്ല ലാ ഇക്രാഹ ഫിദ്ദീന്നൊക്കെ ഉണ്ട് താനും. അങ്ങനെ ഇക്രാഹില്ലേ പിന്നെ ഒക്കെ വിറാസത്ത് കൊടുക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്നും നമ്മളെ പറയല കേട്ടോ, ആരും കോട്ട ചെയ്യരുതേ. ഇന്നത്തെ ഫിഖിൻ്റെ തീരുമാനങ്ങളായിട്ട് ആരും കേൾപ്പിക്കുകയോ പറയുക ചെയ്യരുത്. വൈന്നമ അന ബഷറുൻ മിസ്ലുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി വേറൊന്നുള്ളത്, ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നമ്മൾ പരമ്പരാഗതമായി കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ചില കാര്യങ്ങളൊക്കെ നബി ചെയ്തിട്ടുണ്ടാകും, നമുക്ക് ചെയ്യാൻ പാടുമോ പറ്റുമോ? നബി ചെയ്യാത്തതുണ്ടാവും, നമുക്ക് ചെയ്യാമോ? അങ്ങനെയും പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുസ്ലിയാരങ്ങാടിയിൽ 4-5 ക്രിസ്ത്യാനികൾ വന്നിട്ട് അവിടുത്തെ പള്ളി ഇമാമിനോട് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം, ഇവിടെ ചർച്ച ഒന്നുമില്ല, ഒന്ന് പള്ളി തുറന്നിട്ട് വെച്ചാൽ എന്താ 10 കൊടുക്കേണ്ടത്? നിങ്ങളുടെ നബി മദീനയെ തുറന്നു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ വട്ടം? ഒരു ഇഷ്യൂ ആണത്. മുസ്ലിയാരങ്ങാടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അവിടെ ചർച്ച ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ പല ഇഷ്യൂ ഉണ്ട്. അപ്പം ആ നബി കൊടുത്തിടും നമുക്കൊക്കെ പള്ളി തുറന്നു കൊടുക്കാം, മൊയ്തീൻ പള്ളീൻ്റെയും പട്ടാളപ്പള്ളീൻ്റെയും അരിയിൽ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് എഴുതിയേക്കണോ? അതെ, അപ്പം അത് പറ്റൂല. അത് നമ്മളുടെ ഒരു ഇന്ത്യൻ മുസ്ലിം എന്ന നിലക്ക് നമ്മളുടെ ഇപ്പോഴത്തെ പിന്നെ ഐഡൻറ്റിറ്റിക്ക് ചേർന്നതല്ല ആ ഫത്വ. അത് അപ്പം നബി ചെയ്തു എന്ന് നമുക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെയും വെക്കണ്ടേ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ചില ഹദീസുകളുടെ അർത്ഥകൽപ്പനയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ചില ഹദീസ് വായിക്കട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതി. സിബാബുൽ മുസ്ലിമി വാക്കെന്താണ്? അപ്പോൾ കിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനെ ശകാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഗോപിയെയോ തോമസിനെയോ പിന്നെ ഷണ്ട കൂടാനും ശകാരിക്കാനും പറ്റുമോ? നമ്മളുടെ ഒരു മുസ്ലിം ന്യൂനപക്ഷ ബഹുസ്വര സമൂഹത്തെ പറ്റുമോ? പറ്റൂല. അപ്പോൾ ആ ഹദീസിനാണ് മുസ്ലിം തന്നെ നമ്മൾ കണിശമായി അർത്ഥം വെക്കേണ്ടതുണ്ടോ? ഒരു പൗരന് അർത്ഥം വെച്ചാൽ പോരെ? ഒരു നാട്ടിലെ പൗരനെ ശകാരിക്കാൻ പാടില്ല, അയാളോട് കിത്താലും പാടില്ല. പൗരൻ മേ ബി മുസ്ലിം ഓർ ഹിന്ദു ആരും ആവാം. അപ്പം പല ഹദീസിൽ വന്നിരിക്കുന്ന മുസ്ലിം എന്ന വാക്കിന് അവിടുത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നബി പറഞ്ഞ പേരാണെന്ന് വെക്കാൻ പറ്റുമോ? ഒരു നാട്ടിലേക്ക് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ആ വാക്കിനെ ഒരു പൗരൻ എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അൽ മുസ്ലിമു മൻ സലിമൽ, അത് മുസ്ലിം മാത്രമാണ് ആ സേഫ്റ്റി വേണ്ടത്. അടുത്ത് താമസിക്കുന്ന ആർക്കും വേണം. ഇത് ചോദ്യമില്ലേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ലസ്തു മുഫ്തിയാൻ. ഇത് നിങ്ങളെപ്പോലെ ആശയങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങൾക്കും ഇവിടെ വന്നാൽ ഷെയർ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ സമയം നിർത്തുകയാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. അതിൻ്റെ ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെന്ന പോലെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പരിഹാരങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്ത്? അക്കല്ലിയത്ത്, ന്യൂനപക്ഷം എന്ന പേരിൽ നിലവിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് നമ്മളങ്ങ് ലയിച്ച് തീരേണ്ടതില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷമാകുന്ന നിലക്ക് പൂർണ്ണമായിട്ടും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിൽക്കുകയും വേണ്ടതില്ല. ഷെയ്ഖ് യൂസുഫുൽ കർലാവി പറഞ്ഞത് വളരെ പ്രസക്തമായൊരു പരാമർശമുണ്ട്. യംബഗി അൻ യക്കൂനൽ മുസ്ലിം ജുസൂറൻ ലി തവാസുൽ വലൈസ ജുസുറൻ മുൻഅസില. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ പരസ്പരം സംവദിക്കുവാനുള്ള പാലങ്ങൾ ഉണ്ടാക്കണം. ഒറ്റപ്പെട്ട ദ്വീപുകളായിട്ട് നിൽക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.